എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ചാർജിംഗ് ബൈ ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അതായത് രണ്ട് ബോഡികൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു ബോഡി നെഗറ്റീവ് ചാർജ് ആയിട്ടും വേറൊരു ബോഡി പോസിറ്റീവ് ചാർജ് ആയിട്ടും ആക്ട് ആകുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന അടുത്ത രണ്ട് ചാർജിംഗ് മെത്തേഡാണ്. ഒന്ന് കണ്ടക്ഷനും അടുത്തത് ഇൻഡക്ഷൻ. ഫസ്റ്റ് ചാർജിംഗ് ബൈ കണ്ടക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചാർജിംഗ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ബോഡിയായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് കൊണ്ട് ഒരു ബോഡി ചാർജ് ചെയ്യുന്നു. ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ബോഡി എടുത്തിട്ട് അൺചാർജ് ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ അൺചാർജ് ബോഡി ചാർജ് ആകും. അതിനെ നമ്മൾ ചാർജിംഗ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, നമുക്കത് നോക്കാം. ഞാനൊരു അൺചാർജ് ബോഡി എടുത്തിട്ടുണ്ട്. അൺചാർജ് ബോഡി എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ബോഡി. ന്യൂട്രൽ ബോഡിയിൽ ഈക്വൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ആയിരിക്കും. ഒരു പോസിറ്റീവ് ചാർജ് റോഡ് എടുത്തിട്ട് അൺചാർജ് ബോഡിയായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇത് പോസിറ്റീവ് ചാർജ്. ആ സമയത്ത് ഇലക്ട്രോൺസ് അൺചാർജ് ബോഡിയിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇലക്ട്രോൺസ് അൺചാർജ് ബോഡിയിൽ നിന്ന് ലോസ്റ്റ് ആയി. അതുകൊണ്ട് അൺചാർജ് ബോഡി പോസിറ്റീവ് ചാർജ് ബോഡിയായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടും ഇലക്ട്രോൺ ഗെയിൻ ആകുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടും ആക്ട് ആകാം. പോസിറ്റീവ് ചാർജ് ബോഡി അതിന്റെ പോസിറ്റീവ് ചാർജ് കുറയും, പക്ഷെ അത് നെഗറ്റീവ് ചാർജ് ബോഡിയായിട്ട് മാറുന്നതല്ല. ഓക്കെ, അടുത്തത് ഒരു അൺചാർജ് ബോഡി നെഗറ്റീവ് ചാർജ് റോഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു. നെഗറ്റീവ് ചാർജ് റോഡാണ്. നെഗറ്റീവ് ചാർജ് റോഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജിൽ നിന്ന് അൺചാർജ് ബോഡിയിലോട്ട് ട്രാവൽ ചെയ്യും. അതുകൊണ്ട് അൺചാർജ് ബോഡിയിലേക്ക് നെഗറ്റീവ് ചാർജസ് ലഭിക്കുന്നു. ഇതാണ് ചാർജിംഗ് ബൈ കണ്ടക്ഷൻ. ചാർജിംഗ് ബൈ കണ്ടക്ഷന് ബേസ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് കണ്ടക്ടേഴ്സ് എന്നും അടുത്തത് ഇൻസുലേറ്റേഴ്സ് എന്നും. ചാർജ് ഫ്ലോ ഈസി ആയിട്ട് അലോ ചെയ്യുന്ന മെറ്റീരിയലിനെ കണ്ടക്ടേഴ്സ് എന്ന കാറ്റഗറിയിലും ചാർജ് ഫ്ലോ ഈസി ആയിട്ട് അലോ ചെയ്യാത്ത മെറ്റീരിയലിനെ ഇൻസുലേറ്റർ എന്ന കാറ്റഗറിയിലും എടുത്തിരിക്കും. ചാർജ് ഫ്ലോ ഈസി ആയിട്ട് അലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അലോ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. ചാർജ് ഫ്ലോ അലോ ചെയ്യാത്ത മെറ്റീരിയൽ ഇലക്ട്രിസിറ്റി അലോ ചെയ്യുക. കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ അയൺ, കോപ്പർ, അലൂമിനിയം. ഇൻസുലേറ്ററിന്റെ എക്സാമ്പിൾ ആണ് വുഡ്, പ്ലാസ്റ്റിക്, ഗ്ലാസ്. അടുത്തതായിട്ട് ഞാൻ ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് റോഡ്, ഒരു സിൽക്ക് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്തിൽ നല്ലോണം റബ്ബ് ചെയ്യും. ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും. അതിനുശേഷം ആ ഗ്ലാസ് റോഡ് രണ്ട് പിക് ബോൾസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കും. പിക് ബോൾസ് എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ചെറിയ ബോൾസ് ആണ്. ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പിക് ബോൾസും അകലുന്നതായിട്ട് കാണാൻ സാധിച്ചു. എന്തുകൊണ്ടെന്നാൽ ഗ്ലാസ് റോഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പിക് ബോൾസ് തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ജനറേറ്റ് ആവും. ഗ്ലാസ് റോഡിൽ നിന്ന് പോസിറ്റീവ് ചാർജ് പിക് ബോൾസിലോട്ട് ട്രാൻസ്ഫർ ആയി. അതുകൊണ്ടാണ് റിപ്പൾസീവ് ഫോഴ്സ് ഡെവലപ്പ് ആയത്. പക്ഷേ നമ്മൾ കണ്ടത് ഇൻസുലേറ്റർ ചാർജസിന്റെ ഫ്ലോ അലോ ചെയ്യില്ല എന്നാണ്. പക്ഷെ ഇവിടെ അലോ ചെയ്യുന്നുണ്ട്. ഈ ചാർജ് ഫ്ലോ വളരെ കുറച്ച് മാത്രമാണ്, വെരി മൈന്യൂട്ട്. ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ഇൻസുലേറ്റർ അലോ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലേറ്ററിൽ ഫ്രീ ചാർജ് കാരിയേഴ്സ് ഇല്ല. അതുകൊണ്ട് അത് ഇലക്ട്രിസിറ്റി ഫ്ലോയ്ക്ക് ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന. അത് നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവണമെങ്കിൽ നമ്മളൊരു ബൾബോ ഒരു ബാറ്ററി എടുക്കാം, അത് ഗ്ലാസ് റോഡുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല.
അതിന്റെ കാരണം ഗ്ലാസ് റോഡ് ചാർജിന്റെ ഫ്ലോ അലോ ചെയ്യുന്നില്ല, ലാർജ് എമൗണ്ട് അലോ ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ ഒരു കോപ്പർ റോഡ് എടുത്തിട്ട് ബൾബും ബാറ്ററിയും കണക്ട് ചെയ്താല് ബൾബ് ഗ്ലോ ആവുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോപ്പർ കണ്ടക്ടർ ആണ്, അതിൽ ഒരുപാട് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ട് എന്നാണ്. ഇതാണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്ററിനെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അടുത്തത് ചാർജിങ് ബൈ കണ്ടക്ഷൻ മെത്തേഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ റോഡ് വെർട്ടിക്കൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ആ മെറ്റൽ റോഡ് ഒരു ഇൻസുലേറ്റഡ് ബോക്സുമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ മെറ്റൽ റോഡിന്റെ ഒരു എൻഡ് ഗോൾഡ് ലീഫ് വെച്ചിരിക്കുന്നു. ഗോൾഡ് ലീഫ് എന്ന് പറഞ്ഞാൽ ഒരു ലീഫ് ഷേപ്പ്, അതായത് ഈ ഷേപ്പിൽ വെച്ചിരിക്കുന്ന ഗോൾഡിന്റെ സ്ട്രാൻഡ്. ഗോൾഡ് എന്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഗോൾഡ് വളരെ തിന്നായിട്ട് മേക്ക് ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ ആണ്, അതുകൊണ്ടാണ് ഗോൾഡ് എടുത്തിരിക്കുന്നത്. ആ മെറ്റൽ റോഡിന്റെ ഒരു എൻഡ് ഇൻസുലേറ്റഡ് ബോക്സിന്റെ പുറത്താണ്. ഓക്കെ, ഇതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ കൺസ്ട്രക്ഷൻ. നമുക്ക് ഈ ഡിവൈസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഡിവൈസ് ഒരു ബോഡി ചാർജ് ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യും. ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു പറയാം. ആ ഗ്ലാസ് റോഡ് മെറ്റൽ നോബുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. മെറ്റൽ റോഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് ചാർജ് മെറ്റൽ നോബ് വഴി മെറ്റൽ റോഡിലോട്ടും അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഗോൾഡ് ലീഫിലോട്ടും വരും. ടു സൈഡ് ഗോൾഡ് ലീഫിന്റെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ വരുമ്പോൾ ഈ ചാർജസ് തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ ഗോൾഡ് ലീഫ് അകലുന്നതായിട്ട് കാണാൻ സാധിക്കും. ഗോൾഡ് ലീഫ് അകലുന്ന എന്തുകൊണ്ടാണ്? ചാർജ് ഡെവലപ്പ് ആയത്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ബോഡി ചാർജ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഒരു നെഗറ്റീവ് ചാർജ് ബോഡി വെക്കുമ്പോൾ. നെഗറ്റീവ് ചാർജ് ബോഡി വെക്കുമ്പോഴും ഇതേപോലെ ചാർജ് മെറ്റൽ നോബ് വഴി റോഡിലോട്ടും അതിനുശേഷം ലീഫിലോട്ടും എത്തണം. നെഗറ്റീവ് ചാർജ് വരുമ്പോഴും ലീഫ് അകലുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ലീഫ് അകലുകയാണെങ്കിൽ ചാർജ് ആയി. ഇപ്പൊ ഒരു അൺചാർജഡ് ബോഡിയാണ് വെക്കുന്നതെങ്കിൽ ലീഫിന് ഒരു ചേഞ്ചും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ലീഫ് അകലുകയാണെങ്കിൽ ബോഡി ചാർജഡ് ബോഡിയാണ്, ലീഫ് അകലുന്നില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത ബോഡി അൺചാർജഡ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് എർത്തിങ് എന്താണെന്ന് നോക്കാം. എർത്തിങ്ങും കണ്ടക്ഷനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എർത്തിങ് ഓർ ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എർത്തുമായിട്ട് ചാർജ് ഷെയർ ചെയ്യുന്നതിനാണ് എർത്തിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് എർത്തുമായിട്ട് ചാർജ് ഷെയർ ചെയ്യുന്നത്? ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് എർത്തുമായിട്ട് കണക്ട് ചെയ്യാം. അതായത് ഞാനൊരു പോസിറ്റീവ് ചാർജ് ബോഡി എടുത്തിട്ടുണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ബോഡി ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് എർത്തുമായിട്ട് കണക്ട് ചെയ്യും. എർത്തിങ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് ബോഡി എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എർത്തിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ആവും. അതിനുശേഷം പോസിറ്റീവ് ചാർജ് ബോഡി ന്യൂട്രലാകുന്നു. ഓക്കെ, അതേപോലെ ഒരു നെഗറ്റീവ് ചാർജ് ബോഡി എർത്തുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് എർത്തിലോട്ട് ട്രാൻസ്ഫർ ആകും. അതിനുശേഷം നെഗറ്റീവ് ചാർജ് ബോഡി ന്യൂട്രൽ ആകുക. ഓക്കെ, ഇതാണ് എർത്തിങ്. ഈ എർത്തിങ് മെത്തേഡ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് അത് എർത്തിങ് കണക്ഷൻ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ഡിവൈസിന്റെയും മെറ്റൽ കേസ് അതേപോലെ സ്വിച്ചസ് ഇതിന്റെ എല്ലാം കേസ് ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ആ വയർ എർത്തിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ
എന്തെങ്കിലും ചാർജസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് എർത്തുമായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കുന്നതല്ല. ഇതാണ് എർത്തിങ്. അടുത്തതായിട്ട് നമുക്ക് തേർഡ് ചാർജിങ് മെത്തേഡിനെ കുറിച്ച് നോക്കാം. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജ്ഡ് ബോഡിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ ഒരു ബോഡി ചാർജ് ചെയ്യുന്നതിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് കൊണ്ട് മാത്രമാണ് ബോഡി ചാർജ് ആകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മെറ്റൽ സ്പിയർ ഉണ്ട്. ആ മെറ്റൽ സ്പിയർ ഇൻസുലേറ്റഡ് സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ആ മെറ്റൽ സ്പിയർ ഇനിഷ്യലി ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ മെറ്റൽ സ്പിയറിന്റെ അടുത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ടുപോയിരിക്കുകയാണ്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജസിനെ അട്രാക്ട് ചെയ്യും. മെറ്റൽ സ്പിയറുള്ള നെഗറ്റീവ് ചാർജ് എല്ലാം പോസിറ്റീവ് ചാർജസിന്റെ അടുത്തോട്ടും പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് തമ്മിൽ റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ചാർജ് എല്ലാം അടുത്ത എൻഡിലോട്ടും മാറുന്നു. ഇങ്ങനെ ലഭിക്കുന്നതാണ്. പോസിറ്റീവ് ചാർജ് എല്ലാം ഒരു എൻഡിലും നെഗറ്റീവ് ചാർജസ് എല്ലാം അടുത്ത എൻഡ്. ഇതിനെ ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നതാണ്. അതിനുശേഷം പോസിറ്റീവ് എൻഡ് എർത്തുമായിട്ട് കണക്ട് ചെയ്യും. എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് പോസിറ്റീവ് എൻഡിലോട്ട് വരികയും പോസിറ്റീവ് ചാർജ് ഡിസ്ചാർജ് ആയി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ ലഭിക്കുക. ഈ മെറ്റൽ സ്പിയറിൽ നെഗറ്റീവ് ചാർജ് മാത്രമായിട്ടാണ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഈ പോസിറ്റീവ് ചാർജ് ബോഡി നമ്മൾ റിമൂവ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ബോഡി റിമൂവ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ബോഡി ആയിട്ട് ഈ മെറ്റൽ സ്പിയർ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഈ മെറ്റൽ സ്പിയർ ചാർജ് ചെയ്തത് പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് കൊണ്ട് മാത്രമാണ്. ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നു. നമുക്ക് രണ്ട് മെറ്റൽ സ്പിയർ ഉപയോഗിച്ചും ചാർജ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് മെറ്റൽ സ്പിയർ എടുക്കുന്നത് ഇനീഷ്യലി രണ്ട് മെറ്റൽ സ്പിയറും ന്യൂട്രൽ. ഞാനിവിടെ ഒരു നെഗറ്റീവ് ചാർജ് ബോഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് ബോഡി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്, നെഗറ്റീവും പോസിറ്റീവും. അപ്പോൾ ഈ രണ്ട് മെറ്റൽ സ്പിയറിലുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം നെഗറ്റീവ് ചാർജ് ബോഡിയുടെ അടുത്തേക്കും നെഗറ്റീവ് ചാർജ് എല്ലാം അടുത്ത എൻഡിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ബോഡിയും സെപ്പറേറ്റ് ആക്കുകയാണെങ്കിൽ എ മെറ്റൽ സ്പിയർ പോസിറ്റീവ് ചാർജ് ആയിട്ടും ബി മെറ്റൽ സ്പിയർ നെഗറ്റീവ് ചാർജ് ആയിട്ടും ആക്ട് ആവണം. ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിനെ കുറിച്ചാണ്.